ഈ ഖമീനിയുടെ മരണത്തോടുകൂടി ഇറാൻ ഭരണകൂടത്തെ തന്നെ മൊത്തത്തിൽ അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയല്ലേ അമേരിക്ക മുന്നിൽ കാണുന്നത്? കാരണം അമേരിക്കയിലെ പുതുതലമുറയൊക്കെ തന്നെ ഈ ഖമീനിയെ പോലുള്ള മത തീവ്രവാദികളുടെ ഈ ഭരണരീതിയെ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ. ഈ അമേരിക്കയെക്കാൾ അപ്പുറം ഈ യുദ്ധത്തിൽ, ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നതും സന്തോഷിക്കുന്നതും ഇസ്രായേലാണ്. കാര്യം ഇസ്രായേലിൻ്റെ തന്ത്രത്തിലാണ് അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാൻ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇറാനിൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ ജനകീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് ഖമനേയിക്കെതിരെ, അതായത് സ്വേച്ഛാധിപതിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അവിടുത്തെ വനിതകളടക്കം അനുഭവിക്കുന്ന യാതനകൾ, അതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പലതും കണ്ടിട്ടാണ്. കാരണം ഈ ഹിജാബ് വലിച്ചെറിഞ്ഞ നടന്ന സ്ത്രീയെ അതിക്രൂരമായി പബ്ലിക്കായിട്ട് കെട്ടിത്തൂക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ മുസ്ലിം, അത് പ്രത്യേകിച്ച് ഷിയ വിഭാഗത്തിൻ്റെ പരമോന്നത നേതാവാണല്ലോ ഖമനേയി എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരിക്കലും അവരുടെ ഈ ശരിയായ നിയമം വിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും അവിടെ മറ്റുള്ളവരെ അനുവദിക്കില്ല. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേക ലക്ഷ്യമാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ അതിക്രൂരമായി ശരീഅത്ത് നിയമപ്രകാരം ശിക്ഷിക്കും. അതൊരു വസ്തുതയാണ്. അപ്പോൾ എന്നിട്ട് പോലും അവിടെ ജനങ്ങൾ ഖമനേയിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഈ കളിയാണ്. ഇസ്രായേൽ ധാരാളം പണമൊഴുക്കി അവിടെയുള്ള ചെറിയ ഗ്രൂപ്പുകളെ കയ്യിലെടുത്ത് ഭരണകൂടത്തിനെതിരെ ഈ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താനായിട്ട് പ്രോത്സാഹനം നൽകി കഴിഞ്ഞ കുറച്ചാളായിട്ട് നടക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് ഈ പറയാനുള്ള കാരണം, നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കേണ്ടി വരും, സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഭരണകൂടം മാറണം, അതിന് ഞങ്ങൾ സഹായിക്കാം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ഭരണകൂടത്തിനെതിരെ നിങ്ങൾ പോരാടുക എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ പല ഏജൻസികൾ വഴി ഈ ഇറാനിയൻ ജനതയ്ക്ക്, എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇറാനിലെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന കക്ഷികളും മറ്റുള്ളവർക്കും അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനിൽ ഖമനേയിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു വരുന്നത്. ഇതിനിടയിലാണ് 2025 ജൂണിൽ അമേരിക്കയും ഇറാൻ തമ്മിലൊരു ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. അതായത് ഇറാന് ആണവായുധം ഉണ്ടാക്കണം, ഇറാൻ്റെ എല്ലാ കാലത്തും ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വിഘാതമായി നിന്നിരുന്നത് ഇസ്രായേലാണ്. അപ്പോൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി അത് പൂർത്തിയാവുന്നതോടുകൂടി ആണവായുധ ശേഷി നേടുക എന്നുള്ളതായിരുന്നു ഖമനേയിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്നത് ഇസ്രായേലിലാണ്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ ഈ ആണവായുധ ശേഷിയുള്ള രാജ്യമായി മാറുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുക ഇസ്രായേലിനായിരുന്നു. അവരാദ്യം ആക്രമിക്കുന്ന ഇസ്രായേലിനെ, തർക്കമൊന്നും വേണ്ട, ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം തരത്തിലേക്ക് ആ കാര്യം മാറും. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ഇറാൻ അമേരിക്കൻ ന്യൂക്ലിയർ ഡീലിനെ അട്ടിമറിക്കാനായിട്ട് ഇസ്രായേൽ ഇടപെടുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പോകുന്നതും ഇവർ തമ്മിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ സംഭാഷണം ആ കാലഘട്ടത്തിലാണ്. പക്ഷേ 2026 വീണ്ടും ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും വീണ്ടും ഒരുമിച്ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇസ്രായേൽ, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഇദ്ദേഹത്തെ വാണിച്ചു, ട്രംപിനെ വാണിച്ചു. കാരണം ഇതിൽ നിങ്ങൾ ഈ ഡീലിൽ നിങ്ങൾ ഇവരുമായിട്ട് സഹകരിക്കുകയാണ് എങ്കിൽ ഇസ്രായേലിൻ്റെയും സമീപ രാജ്യങ്ങളുടെയും സർവനാശമായിരിക്കും എന്ന് ഇദ്ദേഹം നിർദ്ദേശം കൊടുത്തു. മാത്രമല്ല സൗദിയും ഇറാൻ ആക്രമിക്കാനായിട്ട് അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വളരെ രസകരമായ വസ്തുത. ഇസ്രായേലും സൗദിയുമാണ് പ്രധാനമായിട്ട്, കാരണം ഇവർക്ക് ഭീഷണിയാണ് ഇവരിൽ ഈ ഇറാൻ്റെ കയ്യിൽ ആണവായുധം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് അവിടെ ഈ പറഞ്ഞ ജനകീയ പ്രക്ഷോഭങ്ങൾ ആ രാജ്യത്തിനകത്ത്, ഇറാനകത്ത് പ്രക്ഷോഭം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ പ്രക്ഷോഭത്തിൻ്റെ കാരണം പറഞ്ഞാണ് ട്രംപ് ഇറാൻ ആക്രമിക്കാൻ തീരുമാനിച്ചത്. കാരണം അവിടെ ജനങ്ങൾ അസ്വസ്ഥരാണ്, നിങ്ങളുടെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ്, ജനങ്ങളുടെ ഭരണമായിട്ട് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഭരണം ഒഴിയുക എന്നുള്ള ന്യായം പറഞ്ഞിട്ടാണ് ഒരു പരമാധികാര രാജ്യമായ ഇറാനെതിരെ അമേരിക്ക എന്ത് ചെയ്യുന്നത്, ആക്രമണം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള നാഷനാണ്. അതായത് അവരുടെ ആയുധ ശേഷിയിലായാലും അവരുടെ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും വളരെ ശക്തരാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്.
മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത, സൈന്യമടക്കം ജനങ്ങളുടെ പ്രത്യേകത, അവർ രക്തസാക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ഷിയ വിഭാഗം പ്രത്യേകിച്ചു. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ ചർച്ച നടത്തി പിന്നോക്കം പോകുന്ന വിഷയമല്ല. അവർ ഈ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് അവർ രക്തസാക്ഷ്യം വരിച്ചവരെന്ത് ചെയ്യും, അവരുടെ വിജയം ആഘോഷിക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഇറാനിയൻ ജനത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ യുദ്ധത്തിന് എല്ലാ കാലത്തും അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഈ ആയിരക്കണക്കിന് മിസൈലിൻ്റെ ശേഖരവും മറ്റും മറിച്ചുമുള്ള ഇറാനെ സംബന്ധിച്ചിട്ട് ഇറാനെ ദുർബലപ്പെടുത്തേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു. അതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ലോകത്തിലെ പ്രധാനപ്പെട്ട ഈ തീവ്ര ഇസ്ലാമിക് സംഘടനകൾ, അതായത് ഹമാസ്, അതുപോലെ തന്നെ ഹൂതി, ഹിസ്ബുള്ള, മുസ്ലിം ബ്രദർഹുഡ്, ഈ വക തീവ്രവാദ സംഘടനകളെല്ലാം സഹായിക്കുന്നത് ഇറാനാണ്. പലതരത്തിൽ സഹായിക്കുന്നു, സാമ്പത്തികമായിട്ട് അവർക്ക് സഹായം കൊടുക്കുന്നു, അതുപോലെ തന്നെ ആയുധം നൽകിയും സഹായിക്കാറുണ്ട്. ഇത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ്, പ്രത്യേകിച്ചും ഇസ്രായേലിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്കാണ് അവരുടെ ഭീഷണി എന്ന് പറയുന്നത്. കാരണം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ ശത്രുത ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരും, പ്രത്യേകിച്ച് സൗദി അറേബ്യയായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ന്യൂക്ലിയർ പവർ ആവരുത് ഇറാൻ എന്ന് ഇസ്രായേൽ ശക്തമായിട്ട് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നത്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ വാസ്തവം, യുദ്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ ടെഹ്റാനിൽ തന്നെ ഈ അവിടെ ആഭ്യന്തരമായിട്ട് പോലും ഖമീനിയുടെ മരണത്തിൽ അവിടെ ആനന്ദ നൃത്തം ചെയ്യുന്നതാണ് അത് കാണുന്നത്. അല്ല, അതിൻ്റെ കാരണം ഇതാണ്. കാരണം ചരിത്രങ്ങളുടെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ഖമനേയി. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും, രാജ്യത്തെ ആക്രമിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം വളരെ ക്രൂരനായിരുന്നു ആ രാജ്യത്തെ സംബന്ധിച്ചിട്ട്. നമുക്കറിയാം 1979 മുമ്പ് ഇറാൻ എന്ന് പറയുന്നത് ഇറാനല്ല, ശരിക്കും പേർഷ്യയായിരുന്നു. സാറിന് ഓർമ്മയുണ്ടാവും, പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് പേർഷ്യ പോകണമെന്നാണ് പറഞ്ഞത്. അതെ, ഇന്ന് നമ്മൾ കാണുന്ന ഇന്ന് നമ്മൾ കാണുന്ന GCC രാജ്യങ്ങൾക്ക് മുമ്പ് ഇറാനായിരുന്നു ഏറ്റവും സമ്പന്നമായ, മാത്രമല്ല വലിയൊരു സംസ്കാരം ഉണ്ടായ രാജ്യമാണ് ഇറാൻ. നമ്മുടെ ഭാരതത്തിനെ പോലെ തന്നെ ഏറ്റവും ഈ നല്ല വൈജാത്യങ്ങളുള്ള വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതാണ് ഈ നമ്മൾ പണ്ട് പേർഷ്യ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെട്ടിരുന്നത്. 1979 മുമ്പ് വരെ, അതായത് ഈ ഇസ്ലാമിക് ഭരണം, ശരീഅത്ത് ഭരണം വരുന്നതിന് മുമ്പ് വരെ ആ രാജ്യം എന്ന് പറയുന്നത് വളരെ വികസിതമായിരുന്നു, ഏറ്റവും പ്രോഗ്രസീവ് ആയിരുന്നു. എനിക്കൊന്ന് ഒരുപക്ഷെ യൂറോപ്പിനേക്കാളേറെ ഭയങ്കര പരിഷ്കൃതമായി ജീവിച്ചിരുന്ന ജനതയായിരുന്നു ഇറാനിയൻ ജനത എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, ഈ പേർഷ്യയിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, ഇലക്ട്രോണിക് മറ്റ് സാധനങ്ങളൊക്കെ വളരെ അക്കാലത്തെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ പുതുമയുള്ള ഏറ്റവും പുതിയ സാധനങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ഈ മറ്റ് നമ്മൾ ഇന്ന് കാണുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് വന്നപ്പോഴും നമ്മുടെ നാട്ടിൽ ആൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേർഷ്യ പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പേര് മാറ്റി ഇറാൻ എന്ന് വരികയും ഇദ്ദേഹം ഈ ഖമനേയിയുടെ മുമ്പുള്ള ഭരണം, അതായത് അയത്തുള്ള ഖൊമൈനി മുതലുള്ള കാലഘട്ടത്തിൽ ഈ ശരിയായ ഭരണം വന്നതിന് ശേഷം അവിടെ ഈ പറഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകളെ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു സംവിധാനവും ശരിയ ഭരണത്തിന് വിരുദ്ധമായിട്ട് പ്രതികരിക്കുന്നവരെല്ലാം ഈ തൂക്കിലേറ്റുക, പബ്ലിക്കായിട്ട് തൂക്കിലേറ്റുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നൊരു നയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 30,000-ഓളം ആളുകളെ ഇദ്ദേഹം ഈ ഖമനേയിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സഹാനുഭൂതി കൊള്ളേണ്ട കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ ശരിയാ ഭരണത്തെ ഒരു മുസ്ലിം പദവട്ട എന്നുള്ള നിലയ്ക്ക് അതിനെ പരമാവധി അദ്ദേഹം ചെയ്തു, സംരക്ഷിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ജനങ്ങൾ അവിടെ ആഹ്ലാദിക്കുന്നത്. കാരണം ഈ സ്വേച്ഛാധിപതിയൊന്നും ഇറാൻ എന്നല്ല, ഏത് രാജ്യത്തായാലും സ്വാതന്ത്ര്യം അനുവദിക്കാതെ കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെ ഉള്ള ഒരു ഭരണമാണ് എങ്കിൽ, ജീവിതമാണ് എങ്കിൽ അയാളുടെ മരണത്തിൽ ജനങ്ങൾ ആഹ്ലാദിക്കും. മറിച്ച് ഇന്ത്യയിൽ നെഞ്ചരിച്ച് കരയാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഫോട്ടോയൊക്കെ വെച്ച് ഇവിടെ പ്രകടനമൊക്കെ നടത്തി, തിരുവനന്തപുരത്തിൻ്റെ പ്രകടനമൊക്കെ നടത്തി. കാരണം ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് അനുശോചനം പ്രഖ്യാപിച്ചു. ആരാണ് ഖമനേയി എന്ന് അവർക്കറിയില്ല, അവർ എൻ്റെ വെറും മതപണ്ഡിതനാണ്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുക. ഈ സെലിബ്രേഷൻ്റെ ഒരു പങ്ക് ഇസ്രായേലിന് അവകാശപ്പെട്ടാണ്. കാരണം നാളെ ഏറ്റവും സ്വസ്ഥമായിട്ട് ഒരു പക്ഷേ ജീവിക്കാൻ കഴിയുന്ന ഇസ്രായേലി ജനതയ്ക്കായിരിക്കും. ഇറാൻ്റെ ഈ ഒരു ഒരു യുദ്ധശേഷി നഷ്ടപ്പെടുത്തി അവരെ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ പരിധിക്ക് തങ്ങളുടെ കൂടെ ഭരണത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം വരണം എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് തന്നെ ഇസ്രായേൽ ഇറാൻ ജനതയോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ ഇവരെ തള്ളിപ്പറയുക. അല്ല, ഏതൊരു ജനതയും, ഞാൻ പറയട്ടെ, ഏതൊരു ജനതയും എത്ര കാലം ഈ പറഞ്ഞതുപോലെ ഈ ബന്ധനത്തിൽ കഴിയും? എന്തായാലും അവരൊരു മോചനം ആഗ്രഹിക്കുമല്ലോ. പിന്നെ ആ മോചനം നമ്മുടെ ശത്രുവിൽ കൂടെ ആണെങ്കിൽ അങ്ങനെയെന്ന് ചിലപ്പോൾ ചിന്തിക്കും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അങ്ങനെ ഈ പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ആരെയും ആക്രമിക്കുന്ന രാജ്യമല്ല.
കാരണം ഈ ഏതാണ്ട് 10-12% മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് അന്തസ്സായിട്ട്. അവരെ ഒന്നും ചെയ്യുന്നില്ല. 12% അടുത്ത ജനങ്ങൾ തന്നെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ മുസ്ലിം വിരുദ്ധരല്ല അവർ, പക്ഷെ അവർ തീവ്രവാദ വിരുദ്ധരാണ്. അവരെ ജീവിക്കാൻ വയ്ക്കാത്ത, അവരുടെ പരമാവധി ചോദ്യം ചെയ്യുന്നവരെയൊക്കെ അവരെന്ത് ചെയ്യും? അവരാക്രമിക്കും. അതിന് അവർ ആരുടെയൊക്കെ സഹായം തേടാൻ പറ്റും, ആ സഹായങ്ങളെല്ലാം തേടും. അതിൻ്റെ ഒരു പരിണത ഫലമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത്. എന്തായാലും ആത്യന്തികമായിട്ട് ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഇസ്രായേലിനും, ഇതിൽ ലാസ്റ്റ് ലാഫ് എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ ആയിരിക്കും എന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.